ഹലോ, ഇന്ന് നമുക്കൊരു ചൈനീസ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഒരു സവാളയും ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ ഒരു ½ kg ചിക്കനും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം കേട്ടോ. വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ്, ആ സവാളയും ക്യാരറ്റും കൂടെ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം ചിക്കനെയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇനി എന്തോ ഇടേണ്ടത്? എല്ലാ കറിയിലേയും കൂട്ട് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. എന്തായാലും നമ്മളൊരു സൂപ്പാണ് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ അതിന് കുറച്ച് എരിയൊക്കെ വേണം. എരിക്ക് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് സിമ്മാക്കി ഇടുക. നമ്മൾ ഈ സിമ്മിൽ തന്നെ ഒരു 25 മിനിറ്റ്സ് വെച്ചേക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് കുറച്ച് പറ്റും. ഞാനിത് ചേർത്തേക്കുന്ന വെജിറ്റബിൾസ് മഷ്റൂം, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, കുറച്ച് വെളുത്തുള്ളി, ബീൻസ്, ക്യാപ്സിക്കം എന്നിവയാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് 4 ടേബിൾ സ്പൂൺ വാട്ടറിനകത്ത് ആഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, മുട്ടയാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചു. ഈ പറഞ്ഞവയെല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ സ്റ്റോക്കെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് നന്നായിട്ടെല്ലാം വെന്ത് തിളച്ചെല്ലാം ഇരിപ്പുണ്ട്. അപ്പം നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞായിരുന്നു ഞാനൊരു 5 ഗ്ലാസ് വെള്ളമാണ് വെച്ചതെന്ന്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അറൗണ്ട് 25 മിനിറ്റ്സ് എടുത്തപ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം അറൗണ്ട് ഒരു 4 ഗ്ലാസ് വെള്ളമായിട്ട് കുറയുകയും ചെയ്തു. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ചിക്കൻ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം. ചിക്കനെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് അതും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചു. പിന്നെ പാനെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ അറൗണ്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്ത് അതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ചൈനീസ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയെല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം അടുത്ത് തന്നെ വെച്ചേക്കണം. ഇനി ഫാസ്റ്റായിട്ട് വേണം ഓരോന്നോരോന്ന് ആഡ് ചെയ്യാൻ. ഫസ്റ്റ് ഞാൻ ആ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് കളർ പാർട്ടുണ്ടല്ലോ അതാണ് ഇട്ടേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇനി ബാക്കി വെജിറ്റബിൾസ് എല്ലാം ക്യാരറ്റും ബീൻസും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സൂപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ക്യാബേജും സെലറിയൊക്കെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലാണെങ്കിൽ വൈറ്റ് കളർ ക്യാബേജ് ഇല്ലായിരുന്നു, റെഡ് കളറായിരുന്നു. അപ്പോൾ റെഡ് കളർ ഇടുമ്പോൾ ഇനി അതിനകത്ത് കളർ ചേഞ്ച് വല്ലതും വരുമെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാബേജ് അതിനകത്തൊന്ന് അവോയ്ഡ് ചെയ്തത്. ഇനി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈറ്റ് സോയ് സോസാണ് യൂസ് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഫ്ലേവറും നല്ലൊരു സോർ ടേസ്റ്റും എല്ലാം ഇതിനകത്ത് കൊടുക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ആഡ് ചെയ്തത്. പിന്നെ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ 3 സ്പൂൺ വിനീഗറാണ്. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വീണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ഷുഗറും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്ത് വെക്കുക.
പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പുണ്ടോയെന്ന്. കാരണം നേരത്തെ നമ്മൾ സോയ സോസൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പം അതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ചിക്കനും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരുന്ന ആ എഗ്ഗാണ്. എഗ്ഗ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 2 ടൈമായിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ആദ്യം ഹാഫ് പോർഷൻ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു, പിന്നെയാണ് ബാക്കി പോർഷൻ ആഡ് ചെയ്തത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു തിക്നെസ് ഒക്കെ നമ്മുടെ ഗ്രേവിക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ പാർട്ടിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ പാർട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. സൂപ്പ് കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.